ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് LGSന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വരും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ല, കേരള PSC ഒക്ടോബർ 21 മീറ്റിംഗിൽ എടുത്ത ഡിസിഷനാണ്. കമ്പനി ബോർഡ് LGS വരുന്നത്. എന്താണ് യോഗ്യത, ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എത്രയാണ് ഇതിൻ്റെ സാലറി വരുന്നത്, അതുപോലെ തന്നെ അവസാനം നടന്ന നിയമന നില, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട സിലബസ് എന്താണ് എന്നുള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമുക്കുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക. കാരണം ഇതുപോലുള്ള ഒത്തിരി അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുൻപിൽ അപ്പോൾ തന്നെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം കേട്ടോ. നമുക്ക് നോക്കാം കമ്പനി ബോർഡ് LGS. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു കോഴ്സ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സിലേക്കും. ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം കമ്പനി ബോർഡ് LGSന്റെ അവസാന വർഷത്തെ നോട്ടിഫിക്കേഷൻ എന്നായിരുന്നു. നോട്ടിഫിക്കേഷൻ നോക്കാം. കാറ്റഗറി നമ്പർ 609/2021 കാറ്റഗറി നമ്പർ. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 15/12/2021. 2021 ഡിസംബർ 15 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ലാസ്റ്റ് ഡേറ്റ് 2022 ജനുവരി 19 ആയിരുന്നു. വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ് കോർപ്പറേഷൻ ബോർഡിലേക്കായിരുന്നു എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. ഇതിന്റെ പോസ്റ്റിന്റെ പേര് നമുക്കറിയാം, LGS അഥവാ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആണ് ഈ പോസ്റ്റിന്റെ പേര്. ഇതിന്റെ സാലറി സ്കെയില് പറയുന്നില്ല. സാലറി സ്കെയില് നമുക്കറിയാം, ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ ആണെങ്കിലും സാലറി സ്കെയില് പറയുന്നില്ല അല്ലെ. അതേപോലെ തന്നെ ഇവിടുത്തെ സാലറി സ്കെയിലും പറയുന്നില്ല. ഇനി ഈ നമ്പർ ഓഫ് വേക്കൻസി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആന്റിസിപ്പേറ്റഡ് ആണ്. അതായത് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇപ്പോഴത്തെ നിയമന നില നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എത്ര വേക്കൻസി വരാൻ സാധ്യതയുണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 7th ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7th പാസ് എന്നാണ് പറയുന്നത്. 7ാം ക്ലാസ് പാസ് ആയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റും? ഡിഗ്രിക്കാർക്കും എഴുതാം, +2കാർക്കും എഴുതാം, 10th-കാർക്കും എഴുതാം. ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് 7ാം ക്ലാസ് പാസ് ആയാൽ മതി എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് പറയുന്നില്ല, 7th പാസ് എന്ന് മാത്രമാണ് ക്വാളിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വാളിഫിക്കേഷനിൽ ഒത്തിരി പേരുണ്ടാവുമോ, കോമ്പറ്റീഷൻ കൂടുതലാവണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഏത് എക്സാമിനാണ് കോമ്പറ്റീഷൻ ഇല്ലാത്തത്? ഉറപ്പായിട്ടും എത്ര പേരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു, എത്ര ലക്ഷം പേര് എക്സാം എഴുതുന്നു എന്നൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ എക്സാം എഴുതുന്നുണ്ടാവും. പഠിച്ചിട്ട് എഴുതുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഇനി ഇപ്പോഴത്തെ നിയമന നിലയാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 12/1/2024 2024 ജനുവരി 12 റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 ജനുവരി 11 വരെ, 2027 ജനുവരി 11 വരെ ഈ റാങ്ക് ലിസ്റ്റിന്റെ ഇതുണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇനി അതുപോലെ ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 2426 2426 ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് പറയുന്നത്. 2426 ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് പറയുന്നത്. ഇനി ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 2025 സെപ്റ്റംബർ 23 ഒന്ന് ആലോചിക്കുക. 2027 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ 2426 ഓൾറെഡി അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും അഡ്വൈസ് പോവാൻ കിടക്കുന്നുണ്ട്. ഇനിയും എന്തായിരുന്നു, 1000-ൽ കൂടുതൽ അഡ്വൈസ് പോവുമെന്ന് തന്നെയാണ് അർത്ഥം. ഏകദേശം 4000 അടുപ്പിച്ചുള്ള അഡ്വൈസുകളാണ് പോവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു നിയമന നിലയിൽ നിന്ന് വ്യക്തമാണ്. സോ വേക്കൻസി കുറവായിരിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ അഡ്വൈസ് എടുത്തു കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് വരുന്നത് 76.67 അപ്പൊ നമ്മൾ വിചാരിക്കും 76.67 മാർക്ക് വേണോ? എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത്? ആ വർഷത്തെ ഒഴിവുകള്, എത്ര പേര് എക്സാം എഴുതിയിട്ടുണ്ട്, 5000 പേരാണെങ്കിൽ 5000 ആളുടെ മാർക്ക് എത്രയാണ്, അതാണ് കട്ട് ഓഫ് വരുന്നത്. സോ 76 തന്നെയായിരിക്കും, 65 ആയിരിക്കോ, 85 ആയിരിക്കോ, ഇതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എത്ര പേരാണ് എക്സാം എഴുതുന്ന അതിന്റെ
മാർക്ക് എത്ര പേരുണ്ട്, എത്ര പേർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര വേക്കൻസി അനുസരിച്ചിട്ടാണ്, ഇതൊക്കെയാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. അല്ലാതെ എക്സാം ഈസി ആണോ ടഫ് ആണോ എന്നുള്ള രീതിയിലല്ല ശരിക്കും കട്ട് ഓഫ് വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ 3712 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏകദേശം എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും മെയിൻ ലിസ്റ്റിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ പേര് പറയും 8000 എന്നാണല്ലോ ആ ചാനലിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞത് കേട്ടത്. എവിടെ 8000? ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. കാരണം ഞാനിത് ഓൾറെഡി പറഞ്ഞപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സഹിതം എടുത്തിരിക്കുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവസാനത്തെ റാങ്ക് നോക്കിക്കേ, 3712 ആണ്. 3712 ആണ് വരുന്നത്. 3712. സോ റാങ്ക് ലിസ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ലിസ്റ്റിൽ 3712 പേരാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിന്റെ സിലബസ്, അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ്. പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ്. പൊതുവിജ്ഞാനത്തിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് പറയാം. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, കറണ്ട് അഫയേഴ്സിന് 20 മാർക്കാണ് വരുന്നത്. 20 മാർക്ക്, 1-2 മാർക്കല്ല, 20 മാർക്ക്. സയൻസിന് 10 മാർക്കാണ് വരുന്നത്. എത്ര മാർക്കാണ്? 10 മാർക്കാണ് സയൻസിന് വരുന്നത്. 10 മാർക്കാണ്. പൊതുജനാരോഗ്യത്തിന് 10 മാർക്കാണ് പൊതുജനാരോഗ്യത്തിന് വരുന്നത്. 10 മാർക്കാണ് പൊതുജനാരോഗ്യത്തിന് വരുന്നത്. ഇനി ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും 20 മാർക്കാണ് വരുന്നത്. 20 മാർക്കാണ്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും എത്രയാണ്? 20 മാർക്കാണ് വരുന്നത്. 20 മാർക്കാണ് വരുന്നത്. ഇനി ഇതിലൊക്കെ എന്തൊക്കെയാ പഠിക്കേണ്ടത്, അതാണ് അടുത്ത നോക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു പൊതുവിജ്ഞാനമാണെന്ന്. പൊതുവിജ്ഞാനത്തിന് എത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു? 40 മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 40 മാർക്കില് 5 മാർക്ക് ഇതേ കിടക്കുന്നു. എന്താ 5 മാർക്കിൽ പഠിക്കേണ്ടത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് 5 മാർക്ക്. അതായത് മോഡേൺ ഹിസ്റ്ററിയാണ് 5 മാർക്കിന് പഠിക്കേണ്ടത്. ഇനി അടുത്തൊരു 5 മാർക്ക് എന്തിനാണ്? ഇൻഡിപെൻഡന്റ് ഇന്ത്യയാണ് പഠിക്കേണ്ടത്. അതുമാത്രമല്ല 5 ഇയർ പ്ലാനും ഇവിടെ വരും. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ കാർഗിൽ യുദ്ധം, ഇൻഡോ ചൈന വാർ, അതൊക്കെ ഉൾപ്പെടും. പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളുമാണ് വരേണ്ടത്. ഇനി 5 മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ ദേശീയ ഗീതം, ദേശീയ ഗാനം, നമ്മുടെ മുദ്രകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അടുത്ത 5 മാർക്ക് നമ്മുടെ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. അടുത്തത് കേരള ജോഗ്രഫി വരുന്നുണ്ട്. കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവാണ്. 10 മാർക്കാണ് വരുന്നതിൽ. 10 മാർക്കാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാരാണ് 5 മാർക്കിന് പഠിക്കേണ്ടത്. അടുത്തത് സയൻസ് ആൻഡ് ടെക്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല, ഇതുമായി ബന്ധപ്പെട്ടതാണ് 5 മാർക്ക്. അങ്ങനെ പൊതുവിജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾക്ക് 40 മാർക്കാണ് കിട്ടുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്താ വരുന്നത്? ഇതേ ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്. കറണ്ട് അഫയേഴ്സിന് എത്രയായിരുന്നു? 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് വരുന്നത്. 20 മാർക്ക്. ഇനി സയൻസ് വരുന്ന സമയത്ത് ജീവശാസ്ത്രത്തിന് 5 മാർക്കാണ്. ജീവശാസ്ത്രം, ബയോളജി എന്താ പഠിക്കേണ്ടത്? വളരെ എളുപ്പമാണ്. വെറും 5 ടോപ്പിക്കുകളാണ് 5 മാർക്കിന് പഠിക്കേണ്ടത്. 5 ടോപ്പിക്കുകൾ. ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ചോദ്യം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ചെറിയ എല്ലെന്താണ്, വലിയ എല്ലെന്താണ്, നമ്മുടെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ജീവകങ്ങൾ, വൈറ്റമിൻസും വൈറ്റമിൻ ഡെഫിഷ്യൻസി രോഗങ്ങളിലെ അതും. അടുത്തത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ പഠിക്കണം. ഇനി വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, നമ്മുടെ ഫോറസ്റ്റിനെ കുറിച്ചൊന്ന് പഠിക്കുക. അടുത്തത് പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് പഠിക്കുക. 5 മാർക്ക്, 5 ടോപ്പിക്കേ ഉള്ളൂ. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ എഴുതിയാൽ കിട്ടും. ഉറപ്പായിട്ട് എഴുതിയാൽ കിട്ടും. ഒന്ന് നിങ്ങൾ മനസ്സ് വെച്ച് പഠിച്ചാൽ മതി. എത്ര കോമ്പറ്റീഷൻ ഒന്നും നോക്കണ്ട നിങ്ങൾ.
അടുത്ത നമ്മള് കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ 5 മാർക്കാണ് വരുന്നത്. 5 മാർക്കിന് നമുക്ക് 12 കാര്യങ്ങൾ പഠിക്കണം. അതും ഈ നമ്മൾ ടോപ്പിക് നോക്കിക്കേ, പെറുക്കി എടുക്കാവുന്ന രീതിയിലാണ് PSC ടോപ്പിക് സിലബസിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആറ്റവും ആറ്റത്തിന്റെ ഘടന, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുദ്ധവും സവിശേഷതകളും. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത്. ഇനി അടുത്തത് പൊതുജനാരോഗ്യത്തിൽ പബ്ലിക് ഹെൽത്തിൽ എന്താ പഠിക്കേണ്ടത്? വെറും 4 ടോപ്പിക്കേ പബ്ലിക് ഹെൽത്തിൽ പഠിക്കേണ്ടുള്ളൂ. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു 4 ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അതിൽ മാത്സിൽ നമുക്ക് 10 മാർക്കാണ് വരുന്നത്. 10 മാർക്കിന് നിങ്ങൾക്ക് പഠിക്കേണ്ടത് വെറും 8 ടോപ്പിക്കുകളാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇത്ര പഠിച്ചാൽ മതി. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസണിംഗ് ആണ്. റീസണിംഗിൽ എത്രയാണ്? 8 ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. എന്തൊക്കെയാണ്? ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ബോർഡ് മാസ്, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കല്, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാന നിർണയം. ഇതാണ് എവിടെ പറയുന്നത്? മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയിലും പറയുന്നത്. ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷ് പഠിക്കണ്ട നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാണ് സിലബസ് വരുന്നത് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണോ? ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സും റെക്കോർഡ് സെഷനും മെന്ററിംഗ് സെഷനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി ക്വിസസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.